അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ചാന്മാരെ. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പണി തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പഴയൊരു പണിയായിരുന്നു നമ്മളെ KSRTC ബസ് ഡ്രൈവിങ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബസ് ക്ലീനറായിട്ടൊക്കെ നിൽക്കുന്നതായിരുന്നു ഗൈസ്. അതും ടൂറിസ്റ്റ് ബസ് എൻ്റെ കൂട്ടുകാരൻ്റെയൊക്കെ ആയിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഗൈസ്, എനിക്ക് സ്വന്തമായിട്ടൊരു ബസ് എടുക്കണമെന്ന് ഗൈസ്. പക്ഷേ നമ്മളേലാണെങ്കിൽ പൈസ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ജോബുകളൊക്കെ ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഗൈസ് ബസ് എടുക്കാൻ. അപ്പോൾ ഗൈസ് ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിനകത്തുണ്ട് ഗൈസ്. അപ്പം എല്ലാവരും കയറി കാണുക. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മൾ ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്. ഇത് നമ്മളെ ബസ്സല്ല ഗൈസ്, ഇത് KSRTC ആണ് മച്ചാന്മാരെ. നമ്മളെ ബസ്സാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മൾ ബസ് എടുക്കുകയാണ്. നമുക്ക് നേരെ ബീച്ച് റോഡാണ് ഗൈസ് പോകേണ്ടുള്ളത്. ബീച്ച് റോഡാണ് ഇന്നത്തെ നമ്മളെ റൂട്ട് കിട്ടിയിരിക്കുന്നത്. ബീച്ച് വഴി അപ്പുറത്തെ സിറ്റി ഇറങ്ങാനാണ് ഗൈസ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഓടി കിട്ടുന്നതെന്ന് വെച്ചാൽ മാസം 20,000 രൂപയാണ് ഗൈസ് കിട്ടുന്നത്. അത്യാവശ്യം തുച്ഛമായ പൈസയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് കളിക്കുകയാണെങ്കിൽ നേരെ നമ്മൾ ബീച്ച് റോഡ് കത്തിക്കാം ഗൈസ്. അപ്പം നമ്മൾ കളിക്കുകയാണെങ്കിൽ നേരെ ഉണ്ടല്ലോടാ, നമ്മൾ നേരെ പോവുകയാണ് മച്ചാന്മാരെ. അപ്പോൾ ഗൈസ് അപ്പം ഇതുവരെയായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മച്ചാന്മാരെ. അപ്പം ഓക്കെ ഗൈസ്. അപ്പം നമ്മളെ ഫ്രണ്ടിലെ ബൈക്കുകാരന്മാർ പോകുന്നുണ്ട്. മാമ ഇച്ചിരി വരി തന്നാൽ മതി. ഓക്കെ ഗൈസ്. നമുക്ക് അടുത്ത സിറ്റി പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പോയാൽ മതി ഗൈസ്, നേരെ പോയാൽ മതി. അപ്പം ഇതുവരെയായിട്ട് ആരും കയറിയില്ലല്ലോടാ. സ്റ്റാൻഡ് ഇവിടെ അല്ല ഗൈസ്, അപ്പുറത്താണ്. അപ്പുറത്തെ സിറ്റിയിൽ നിന്ന് ഇപ്പുറത്തെ സിറ്റിയിലോട്ടാണ് ഗൈസ് നമ്മളെ ആൾക്കാരെ കൊണ്ടുവരേണ്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ നല്ല വട്ടം അടിക്കേണ്ടി വരും ഗൈസ്. കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത സിറ്റിയിലോട്ട് കളൊക്കെ വന്ന് ചേരുന്നുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ, നമ്മളൊക്കെ നേരെ ഇതിലാണ് ഗൈസ് വന്നത്. ബസ്സിനാണെങ്കിൽ നല്ല സ്പീഡ് കുറവാണ് ഗൈസ്. ഇത് നമ്മുടെ എപ്പിസോഡ് 2 ആണ് ഗൈസ്. അപ്പം എപ്പിസോഡ് 1 കളൊക്കെ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ മച്ചാന്മാരെ. അപ്പോൾ നമ്മളൊക്കെ നേരെ ഗൈസ് ഇവിടുന്ന് ഷോർട്ട് കട്ട് പിടിക്കാം ഗൈസ്. അത്തരം കൂടെ നോടണ്ട, ആരും ഇല്ലല്ലോ ഗൈസ്. ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ഫൈൻ അടിച്ച് കിട്ടും ഇവിടുന്ന്. എന്തായാലും ആരും കാണാത്ത രീതിക്ക് കയറണ്ട് പൊന്നോ ഗൈസ്. ഇവിടെ അല്ലേ ഗൈസ്, അപ്പുറത്തെ റോഡിൽ നിന്ന് ആരും കണ്ടില്ലല്ലോ. ഓക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കയറാം ഗൈസ്. നമ്മൾ ഇവിടെയാണ് ഗൈസ് നമ്മളെ ബസ് സ്റ്റാൻഡുകളൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്. അപ്പം എല്ലാവരും വന്ന് കയറട്ടെ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഇവിടെ അത്യാവശ്യം നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ കാറ്റെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇതിൽ ഫുള്ളാണ് ഗൈസ്. ഇതിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കാറ്റടിക്കണം, അല്ലെങ്കിൽ ഗൈസ് നമുക്ക് പണി കിട്ടുന്നതാണ് ഗൈസ്. ഇനി അടുത്ത വലിയ കാറ്റുണ്ടോ നോക്കാം. ഓക്കെ, ഇതിലുണ്ട്, ഫുള്ളാണ്. ഇനി അടുത്ത ഇതിലുണ്ടോ നോക്കാം. നോക്കട്ടെ ഗൈസ്. അപ്പം ഓക്കെ, ഇതിൽ ഫുള്ളാണ്ടോ. അപ്പോൾ ഓക്കേടാ, എല്ലാം സെറ്റാണ്. അപ്പം ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് ഗ്ലാസ് ഒന്ന് തുടയ്ക്കട്ടെ ഞാനാണെങ്കിൽ ഗൈസ്. അപ്പം ഞാൻ ഗ്ലാസും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പം നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും വന്ന് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. ഇവിടെ ഒരു 10 മിനിറ്റാണ് ഗൈസ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ആ സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്ക് നേരെ ബാക്ക് എടുക്കാം. അതിനുശേഷം നേരെ പോവാം ഗൈസ്. അപ്പം നേരെ ഇല്ല ഗൈസ്. അപ്പം വേറെ ഈ ഒരു വരിയാണ് പോകേണ്ടുള്ളത്. അപ്പം നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് നോട്ടിക്കുന്ന വ്യൂ ഇടാം. ഇത് വെളിയിലും ക്യാമറ ഉണ്ട് ഗൈസ്. അതാണ് ഗൈസ് നമുക്ക് ഇത്രയും ഇതാവുന്നത്. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടിക്കാണെങ്കിൽ സ്പീഡ് കുറവാണ്, 100 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഓക്കെ മച്ചാന്മാരെ. അപ്പം നമ്മളാണെങ്കിൽ നേരെ അടുത്ത സിറ്റിയിലോട്ട് കയറാൻ പോകും. എൻ്റെ മോനെടാ, ഒരു ചേച്ചി ഞാൻ അറിയാതെ ഇടിച്ചിട്ട്. കുഴപ്പമില്ല ഗൈസ്, അവർ ബോധം കെട്ട് വീണയാണ്. ഇവിടുത്തെ ആൾക്കാരൊന്നും കുഴപ്പമില്ലാത്തവരാണ്. നമുക്കിവിടുന്ന് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം, ആരും ഇടിക്കല്ലോ ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പക്ഷെ ഇപ്പോൾ ഇതിലേ പോകണ്ട ഗൈസ്. ഇപ്പോൾ ഇതിലേ പോകണ്ട ഗൈസ്. ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, നൈസിന് ഷോർട്ട് കട്ട് എടുത്തോ. ഒറ്റ എഴുതിനും കാണാതെ പയ്യെ എടുത്തോടാ. ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് നേരെ പോവുകയാണ്. ഷോർട്ട് കട്ട് അടിച്ചില്ലെങ്കിൽ ഗൈസ് നമ്മളെ ബസ്സിൻ്റെ എണ്ണ തീരും ഗൈസ് പെട്ടെന്നാണെങ്കിൽ. കുറേ നേരം ഇട്ട് അടിച്ച് ഭയങ്കര നീളമുള്ള റോഡാണ് ഗൈസ്, ഭയങ്കരമാണിത്. അപ്പോൾ ഗൈസ് നമുക്ക് ഭയങ്കരമായിട്ട് തന്നെയാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. എത്രയും പെട്ടെന്ന് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ എടുക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ്സിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം നമ്മുടെ ബസ്സിലെല്ലാവരും കയറിയിട്ടൊന്ന് വച്ചാൽ വരാം. അപ്പം ഈ ഒരു കുറുക്ക് വരി കയറണം ഗൈസ്. നമ്മുടെ വരി
വരി നൈസിന് തെറ്റിടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വരി നൈസിന് തെറ്റിയായിരുന്നു. അപ്പുറത്തെ റോഡാണ് ഗൈസ് നമുക്ക് പോകേണ്ടുള്ളത്. എന്താണ് സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അപ്പുറത്തെ റോഡാണ് ഗൈസ് പോകേണ്ടുള്ളത്, പക്ഷേ നമുക്ക് ഇപ്പുറത്തെ റോഡായിപ്പോയി ഗൈസ്. അപ്പം കുറേ പേരിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് മച്ചാന്മാരെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നേരെ ഗൈസ് ഈ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകാം ഗൈസ്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ലല്ലോടാ കയറാൻ. ഓക്കെ, ഇവിടെ ഞാൻ കുറേ നേരം കൊണ്ട് കിടന്ന് കറങ്ങുന്നു മച്ചാന്മാരെ. എന്നിട്ടും ഇവിടെ ഒന്ന് ഗൈസ് ബീച്ചിലാണ് ഗൈസ് ഞാൻ വന്നത്. ഗൈസ് നൈസിന് നിന്ന് റോഡ് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൊള്ളാം ഗൈസ്. അപ്പം നമുക്ക് നൈസിൻ്റെ റോഡ് തെറ്റി. ഓക്കെ, തെറ്റി ഗൈസ്. അപ്പോൾ നമുക്ക് ബീച്ച് റോഡാണ് വീണ്ടും വന്നത്. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനില്ല ഗൈസ്, എനിക്ക് പേടിയാവുന്നു. ഇത് വളഞ്ഞ് കിടക്കുകയാണ് ഗൈസ് ഈ ഒരു റോഡുകളൊക്കെ. ഞാനിവിടെ ആദ്യമായിട്ടാണോ ഗൈസ്? ഇപ്പം ഞാനിവിടെ ആദ്യമായിട്ടല്ല ഗൈസ്, ഈ റോഡ് ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നൈസിന് വരി തെറ്റിയാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ ബീച്ച് റോഡല്ലായിരുന്നു പോകേണ്ടുള്ളത്, വെസ്റ്റ് ബീച്ച് റോഡാണ് ഗൈസ് പോകേണ്ടുള്ളത്. ഇപ്പം വേറെ ലെഫ്റ്റാവോ റൈറ്റാണ്ടാണ് ഗൈസ് ഇപ്പം നമ്മൾ കിടക്കുന്നത്. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മയില്ല ഗൈസ്. മാപ്പാണെങ്കിൽ ഇവിടെ ഇൻ്റർനെറ്റും ഇല്ലല്ലോടാ ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഗൈസ് എൻ്റെ പൊന്നോ ഗൈസ്, നമ്മളെ വണ്ടി ഇവിടെ നിന്നരാ ഗൈസ്. ടയറിൽ ഫുള്ള് കാറ്റുണ്ടല്ലോ അവിടെ ഗൈസ്. അപ്പം നമുക്കൊന്ന് കയറി നോക്കട്ടെ മച്ചാമാരെ. അപ്പം നമുക്ക് ആളൊക്കെ നോക്കട്ടെ ഇടാ. നിൽക്കുക വെയിറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം എല്ലാവരും നോക്കട്ടെ ഗൈസ്. ഓയിൽ ബാറ്ററി കുറവാണ് ഗൈസ്. ഇനി എന്താ ചെയ്യാനാണ്? ഒരു ബാറ്ററി എടുത്തോ ഗൈസ്. അപ്പം നമ്മൾ ബാറ്ററി ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഫിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ബാറ്ററി ആളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ആളൊക്കെ ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ സോളാർ ബാറ്ററി ആണ് മച്ചാമാർ. ഇത് കുറേ വേണം ഗൈസ്. ഇത് കണ്ടാലൊരു ബോംബിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും പക്ഷേ ഇത് ബോംബല്ല മച്ചാമാർ. നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട, ഇത് ബോംബല്ല ഗൈസ്. ഇതൊരു ബാറ്ററിയാണ് ഗൈസ്, സോളാർ ബാറ്ററിയാണ്. അപ്പോൾ ഇത് മതി ഗൈസ് ഇത്രയും നേരം റീചാർജ് ആവാൻ. നമ്മുടെ ബസ്സിലും ആളൊക്കെ റീചാർജ് ആവും. ബാറ്ററിയുടെ അവിടെ കൊണ്ട് വെച്ചെടുത്താൽ മതി. ഓക്കെ ഗൈസ്. ഓക്കെ, ഇത് ഗൈസ് കണ്ട ഒരു ബോംബിൻ്റെ ഷേപ്പാണ് ഗൈസ്. ഞാൻ ഇവിടെ കുറേ കുത്തി നെരുക്കി ഞാൻ വെച്ചിട്ടുണ്ടാ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നിൽക്കാനുള്ളൊക്കെ നേരെ നമ്മൾ ഈ ഒരു ബീച്ച് റോഡുകളിലൊക്കെ പോവാം ഗൈസ്. ബീച്ച് റോഡ് വഴി പോവാം ഗൈസ്. അപ്പം നമ്മളെ വണ്ടിയിലാണെങ്കിൽ ഇപ്പം എത്ര പേരുണ്ട് ഗൈസ്? ഇപ്പം നോക്കട്ടെ, 50 പേരൊന്നുമില്ല ഗൈസ്. 50 അല്ല ഗൈസ്, 61 പേര് കേട്ടോ ഗൈസ് നമ്മളെ ബസ്സിലുകളിലൊക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ ഞാനിവിടെ കിടക്കുന്നത്. ഇവിടെ കുറേ നേരം ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, എന്നിട്ട് സ്ഥലത്തെത്തിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബസ് അവിടെ പോയി കിടക്കുന്നു ഗൈസ്. എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ ഡോർ അടച്ചില്ലടാ. നേരത്തെ കയറിയതിന് ശേഷം ഞാൻ ഡോർ അടയ്ക്കാൻ മറന്നു പോയി. അതാണ് ഇപ്പോൾ സംഭവിച്ച പ്രശ്നം. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും റേഞ്ച് ഇല്ലടാ. ഓക്കെ ഗൈസ്, ഇപ്പോൾ റേഞ്ച് ഇല്ല. ഓക്കെ, നമുക്ക് വണ്ടിക്കകത്ത് കയറാം. കുറേ യാത്ര ചെയ്യേണ്ടി വരും ഗൈസ്. ഈ വരി പോകണം ഗൈസ്, കുറേ പോകണം ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒറ്റ മനുഷ്യനും ഇല്ല. ഇവിടെ ആൾക്കാരൊക്കെ കൈ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി നിർത്തി പോകാമായിരുന്നു. ഇതാണെങ്കിൽ ഒറ്റ ദശയിൽ പോകണം ഗൈസ്. ഇച്ചിരി പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി നമ്മൾ വലയും ഗൈസ്. ഇവിടെ കിടന്ന് നമ്മൾ ഇച്ചിരി വലയാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ കുറേ നേരം കൊണ്ട് ഞാൻ കിടന്ന് വലയാണ്. നമുക്ക് നോക്കാം മച്ചാമാരെ, നമുക്ക് പറ്റുമോ എന്നൊക്കെ നോക്കാം ഗൈസ്. അവിടെ എത്താൻ പറ്റുമോ നോക്കാം. കുറേ നേരം കൊണ്ട് ഞാൻ ഇവിടെ വണ്ടി ഇട്ട് ഓട്ടിക്കുന്നു, പക്ഷേ ഇവിടെ എത്തുന്നില്ല. ഷോർട്ട് കട്ട് കയറാം ഗൈസ്. അപ്പം നമുക്ക് ഷോർട്ട് കട്ട് കയറാം. ഈ പച്ചപ്പിക്കടയാണ് ഗൈസ് പോകുന്നത്. ഇവിടുത്തെ വഴി ഇതാണ് ഗൈസ്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി ഇതാണ് ഗൈസ്. ഗൂഗിൾ മാപ്പിനൊന്നും വിശ്വസിച്ച് ഈ കാര്യത്ത് പോകാനും കൊള്ളത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മളുടെ നാട്ടിലെത്താറായി ഗൈസ്. ഈ മാപ്പ് കാണിച്ചിരുന്ന വരിയിലാണ് ഞാനിപ്പം പോകുന്നത്. നേരത്തെ മാപ്പ് വായിച്ചതല്ല ഗൈസ്, എൻ്റെ വരിക്കിട്ടാണ് പോകുന്നത്. മാപ്പ് നോക്കാതെയാണ് പോയത്. എളുപ്പം എത്താൻ ഗൈസ് മാപ്പ് നോക്കാതെ പോയതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, മാപ്പ് കാണിക്കുന്ന കണക്ക് പോവുകയാണെങ്കിൽ ഗൈസ് നമുക്ക് കറക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ഇതിൽ പോയതാണ് ഗൈസ്, പക്ഷേ ഒന്നും നടന്നില്ല. ഓക്കെ, ജുറാസിക് പാർക്ക് സ്റ്റോപ്പ് ഉണ്ട് ഗൈസ്, മാപ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എത്ര പേരാണ് ഗൈസ്? 2 പേർക്ക് ഇറങ്ങാനുണ്ട് ഗൈസ്. അവിടെ കാർഡുണ്ട്. അപ്പോൾ 2 പേർക്കാണ് ഗൈസ് നമ്മുടെ ജുറാസിക് പാർക്ക് ഇറങ്ങാനുള്ളത്. ഓക്കെ, നമ്മളെ പാർക്ക് അങ്ങോട്ടല്ലേ ഗൈസ്. അപ്പോൾ ഓക്കെ,
പാർക്കിൻ്റെ ഡോർ അങ്ങോട്ടാണോ ഗൈസ്? അങ്ങോട്ടാണോ? അങ്ങോട്ട് തന്നെയല്ലേ? ഓക്കെ, ഇത് പാർക്കിൻ്റെ ബാക്കാണോ എന്നൊരു സംശയം. അങ്ങോട്ട് എത്തുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആയിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ജുറാസിക് പാർക്കിൽ ഗൈസ് ഇവിടെ നിർത്താം. പിടിച്ച് നേരെ നിർത്തിയിടാം ഗൈസ്. ഒരു 5 മിനിറ്റ് നിർത്തിയിടാൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ് നമുക്ക് നിർത്തിയിടാം ഗൈസ്. ഓക്കെ ഓക്കെ, എല്ലാവരും ഇറങ്ങും. ഓക്കെ, 5-6 പേര് ഇന്ന് ഇവിടുന്ന് കയറുകയും ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 8 10 ഗൈസ്. ഇന്ന് ഇവിടുന്ന് 10 പേരെ കയറ്റി ഗൈസ്. 2 പേര് പോയെന്ന് പറഞ്ഞ് അടുത്ത 10 പേര് ഗൈസ് നമ്മുടെ ബസ്സിനകത്ത് കയറി ഇരിപ്പുണ്ട് മച്ചാന്മാരെ. അപ്പം നമുക്കാണെങ്കിൽ നേരെ മച്ചാന്മാരെ അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരെ കയറ്റാൻ വാ ഗൈസ്. അപ്പം ഇങ്ങോട്ട് ബസ് ഒതുക്കാം. ഓക്കെ, ഇവിടാണ് ഗൈസ് നമ്മൾ ബസ് ഒതുക്കൊണ്ടുള്ളത്. ട്രെയിൻ വരുന്നവരെ നമുക്ക് കാത്തു നിൽക്കാം ഗൈസ്. ഇവിടെ ഒരു ഡോക്ടറാണ് ഗൈസ് ഉള്ളത്. ഇവർ ഈ ടൈമിൽ എപ്പോഴും കാണും ഗൈസ്. ട്രെയിൻ കയറാൻ നിൽക്കുന്നതാണ് ഡോക്ടറാണ് ഗൈസ്. ഇപ്പം നമുക്ക് ഡോക്ടറാണെന്നൊന്നും വിലയൊന്നുമില്ല ഗൈസ്. ഇപ്പം എല്ലാവരും ഒരു കണക്കൊക്കെ തന്നെയാണ് ഇല്ലടാ ഗൈസ്. അപ്പം ഓക്കെ, ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് നമ്മളെ ഇത് വെച്ച് നോക്കാം മച്ചാ ട്രെയിൻ വരുന്നത്. എൻ്റെ മോനെ, ട്രെയിനിൻ്റെ ലുക്ക് ഉണ്ട്. 2 സൈഡിൽ മിററൊക്കെ വെച്ച്. ഓക്കെ, ഇത് 3 ബോഗിയുള്ള ട്രെയിനാണ് ഗൈസ്. ഇത് ചെറിയൊരു ട്രെയിനാണ്. ഈ നാട്ടിലുള്ള ചെറിയൊരു ട്രെയിനെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. വലിയൊരു ട്രെയിനുണ്ട്, പക്ഷേ അതിപ്പോൾ ഇവിടെ ഓടുന്നില്ല. 3 ബോഗിയുള്ളൂ ഗൈസ് ഈ ഒരു ട്രെയിനിലാണ് ഗൈസ്. ഇപ്പം ആൾക്കാരെല്ലാം വന്ന് കയറുന്നതിന് മുമ്പ് നമുക്കിവിടെ കയറിയിരിക്കാം. എന്നാലേ ആൾക്കാരെ ടിക്കറ്റ് നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. കയറിക്കോ. ഇവിടെ 5 പേര് ഇറങ്ങിയിട്ട് ഇപ്പം 23 പേരിപ്പം കയറി ഗൈസ് അവിടുന്ന്. ഓക്കെ, ഇനി ഇവിടുന്ന് കാണാൻ നമുക്ക് നിർത്താം ഗൈസ്. ഇനി നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഇടാം ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ് മച്ചാന്മാരെ. ഇതിൻ്റെ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.